നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എന്താണ് നമ്മൾ അടുത്ത പ്രോബ്ലം? ലെറ്റ് x1, x2, etc. xn be a random sample from a binomial population with parameter m, p. And we have to show that the sample mean x bar is sufficient for p when m is known. നമ്മളെ ക്വസ്റ്റ്യനിൽ നമുക്ക് റാൻഡം സാമ്പിൾ x1, x2, etc. xn എന്ന് പറയുന്നത് ബൈനോമിയൽ പോപ്പുലേഷനിൽ നിന്നുള്ളതാണ്. അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എമ്മും പിയും ആണ്. ബൈനോമിയലിൻ്റെ പാരാമീറ്റേഴ്സ് എമ്മും പിയും ആണ്. അപ്പോൾ നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? സാമ്പിൾ മീൻ എക്സ് ബാർ പറയുന്നത് പാരാമീറ്റർ പിക്ക് സഫീഷ്യൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഗിവൺ കണ്ടീഷൻ എഴുതാം. നമ്മൾ ഗിവൺ കണ്ടീഷൻ എന്താണ്? എക്സൈസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റേഴ്സ് പി, എം ആൻഡ് പി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ജോയിൻറ്റ് പി എം എഫ് എഴുതണം. ദ ജോയിൻറ്റ് പി എം എഫ്, അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ജോയിൻറ്റ് പി എം എഫ് ഓഫ് റാൻഡം സാമ്പിൾസ് x1, x2, etc. xn ഇസ് നമുക്ക് എങ്ങനെ എഴുതാം? എൽ ഓഫ് x1, x2, etc. xn of p ഇങ്ങനെ വരും. എഫ് ഓഫ് x1 p ഇൻറ്റു എഫ് ഓഫ് x2 p ഇൻറ്റു etc. എഫ് ഓഫ് xn p. ഇനി നമ്മൾ x1ൻ്റെയും x2ൻ്റെയും xnൻ്റെയും ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി എം എഫ് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു mc1 p raised to x1 1 minus p raised to m minus x1 into x1 അല്ലേ, x1 p raised to x1 1 minus p raised to m minus x1 nc x2 p raised to x2 1 minus p raised to m minus x2 into etc. mc xn p raised to xn 1 minus p whole raised to 1 m minus xn. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എം സി എക്സ് വൺ, എം സി എക്സ് ടു, എക്സെട്ര എം സി എക്സ് എൻ എന്നുള്ളത് പുറത്തെടുക്കും. എം സി എക്സ് വൺ, എം സി എക്സ് ടു, എക്സെട്ര എം സി എക്സ് എൻ, ഈ ടേംസിനെ നമ്മൾ പുറത്തെടുക്കും. എം സി എക്സ് വൺ ഇൻറ്റു എം സി എക്സ് ടു ഇൻറ്റു എം സി എക്സ് എൻ എന്നുള്ള ടേംസൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കും. പിന്നുള്ള ടേം എന്താ? പി റേസ് ടു എക്സ് വൺ, പി റേസ് ടു എക്സ് ടു ഇൻറ്റു പി റേസ് ടു എക്സ് എൻ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? പി റേസ് ടു ഇൻറ്റു പി റേസ് ടു സമ്മേഷൻ എക്സ് ആയി എഴുതാം. എങ്ങനെയാണ് സമ്മേഷൻ പി റേസ് ടു എക്സ് ആയി എഴുതുന്നത്? പി റേസ് ടു എക്സ് വൺ ഇൻറ്റു പി റേസ് ടു എക്സ് വൺ ഇൻറ്റു പി റേസ് ടു എക്സ് ടു എക്സെട്ര പി റേസ് ടു എക്സ് എന്നുള്ളതിന് നമുക്ക് പി റേസ് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പി റേസ് ടു സമ്മേഷൻ എക്സ് ആയി എന്നുള്ളത് ആക്കി എഴുതിയത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാം? പി റേസ് ടു എൻ എക്സ് ബാർ എന്ന് എഴുതാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെയുള്ള ടേം എന്താ? 1 മൈനസ് പി ഹോൾ റേസ് ടു എം മൈനസ് എക്സ് വൺ ഇൻറ്റു 1 മൈനസ് പി ഹോൾ റേസ് ടു എം മൈനസ് എക്സ് ടു ഇൻറ്റു എക്സെട്ര 1 മൈനസ് പി റേസ് ടു എം മൈനസ് എക്സ് എൻ. ആ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു 1 മൈനസ് പി, ഇവിടെ നമ്മൾ എഴുതിയ പോലെ തന്നെ എൻ എം മൈനസ് സമ്മേഷൻ എക്സ് ആയി എഴുതാം. അതെങ്ങനെയാണ് എഴുതിയത്? 1 മൈനസ് പി റേസ് ടു എം മൈനസ് എക്സ് വൺ പ്ലസ് എം മൈനസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എം മൈനസ് എക്സ് എൻ വരും. അപ്പോൾ നേരത്തെ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര എന്നുള്ള സമ്മേഷൻ എക്സ് ആയി കൊടുത്ത പോലെ ഇവിടെ എം എന്ന് പറയുന്ന എൻ ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഹോൾ റേസ് ടു എൻ എം മൈനസ് സമ്മേഷൻ എക്സ് ആയി എഴുതാം. അതാണ് നമ്മളിവിടെ ചെയ്തത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പി റേസ് ടു സമ്മേഷൻ എക്സ് ആയി എന്നുള്ളത്
എങ്ങനെ എഴുതാം? പി റേസ് ടു എൻ എക്സ് ബാർ എന്ന് എഴുതാം. ഇൻറ്റു 1 മൈനസ് പി റേസ് ടു എൻ എം മൈനസ് എൻ എക്സ് ബാർ ഇൻറ്റു ഈ മൊത്തം ടേം വരും എം സി എക്സ് 1 ഇൻറ്റു എം സി എക്സ് 2 ഇൻറ്റു എക്സെട്ര എം സി എക്സ് എൻ. ഇനി ഇത് നമുക്ക് എൻ എന്നുള്ളത് കോമൺ ആയി പുറത്തെടുക്കാം. പി റേസ് ടു എൻ എക്സ് ബാർ ഇൻറ്റു 1 മൈനസ് പി റേസ് ടു എൻ കോമൺ ആക്കി പുറത്തെടുത്തിട്ട് എം മൈനസ് എക്സ് ബാറിന് എഴുതാം. ഇൻറ്റു എം സി എക്സ് 1 ഇൻറ്റു എം സി എക്സ് 2 ഇൻറ്റു എക്സെട്ര എം സി എക്സ് എൻ. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാറിൻ്റെയും പാരാമീറ്റർ പിൻ്റെയും ടേമാണ്. ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ടേം എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പി ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് ബാർ പി ഇൻറ്റു എച്ച് ഓഫ് എക്സ് 1 എക്സെട്ര എക്സ് എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്ത് എക്സ് ബാർ എന്ന് പറയുന്നത് പിക്ക് സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ബാർ ഇസ് സഫീഷ്യൻറ്റ് ഫോർ പി. ഇനി നെക്സ്റ്റ് അപ്പോൾ ഇത് നമുക്കൊന്നും കൂടിയും റിവൈസ് ചെയ്യാം നമ്മളെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താ? ബൈനോമിയൽ പോപ്പുലേഷൻ എന്നാണ് നമ്മൾ റാൻഡം സാമ്പിൾ എടുത്തത്. അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എമ്മും പിയുമാണ്. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പിക്ക് സഫീഷ്യൻ്റ് ആണോ അല്ലേ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സൊല്യൂഷനിൽ നമ്മൾ എക്സ് ഐ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ജോയിൻറ്റ് പി എം എഫ് എഴുതാന്നുള്ളതാണ്. റാൻഡം സാമ്പിൾസ് എക്സ് 1 എക്സ് 2 എക്സെട്ര എക്സ് എന്നിൻ്റെ ജോയിൻറ്റ് പി എം എഫ് എഴുതാം. അതാണ് എൽ ഓഫ് എക്സ് 1 എക്സ് 2 എക്സെട്ര എക്സ് എൻ പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 1 പി ഇൻറ്റു എഫ് ഓഫ് എക്സ് 2 പി എക്സെട്ര എഫ് ഓഫ് എക്സ് എൻ പി. പിന്നെ ഇതിൽ ഓരോ എക്സ് 1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി എം എഫ്, എക്സ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി എം എഫ്, എക്സ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി എം എഫ് ആണ് നമ്മൾ എഴുതിയത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ എം ഓഫ് സി എക്സ് 1 എം ഓഫ് സി എക്സ് 2 എക്സെട്ര എം ഓഫ് സി എക്സ് എന്നുള്ള ടേമിനെ നമ്മൾ പുറത്തെടുത്തു. എന്നിട്ട് പി റേസ് ടു എക്സ് 1 ഇൻറ്റു പി റേസ് ടു എക്സ് 2 പ്ലസ് ഇൻറ്റു എക്സെട്ര പി റേസ് ടു എക്സ് എന്നുള്ള ടേമിനെ പി ഓഫ് സമ്മേഷൻ എക്സ് ആയി എഴുതി. അതെങ്ങനെയാണ് എഴുതിയതെന്ന് നമ്മൾ പറഞ്ഞു. പി റേസ് ടു എക്സ് 1 ഇൻറ്റു പി റേസ് ടു എക്സ് 2 ഇൻറ്റു എക്സെട്ര പി റേസ് ടു എക്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? പി റേസ് ടു എക്സ് 1 പ്ലസ് എക്സ് 2 പ്ലസ് എക്സെട്ര എക്സ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടേമിൽ എഴുതാൻ വേണ്ടിയിട്ട് പി റേസ് ടു എൻ എക്സ് ബാർ എന്ന് എഴുതി. അതാണ് നമ്മളിവിടെ ചെയ്തത്. പിന്നെ 1 മൈനസ് പി റേസ് ടു എം മൈനസ് എക്സ് 1 1 മൈനസ് പി റേസ് ടു എം മൈനസ് എക്സ് 2 എക്സെട്ര 1 മൈനസ് പി എം റേസ് ടു എക്സ് എൻ. അതാണ് നമുക്കുള്ളത്. ഹോൾ റേസ് ടു എം മൈനസ് എക്സ് എൻ അതാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടല്ല കമ്പൈൻ ചെയ്ത് എഴുതി. 1 മൈനസ് പി ഹോൾ റേസ് ടു എം മൈനസ് എക്സ് 1 പ്ലസ് എം മൈനസ് എക്സ് 2 പ്ലസ് എക്സെട്ര എം മൈനസ് എക്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ എം എന്ന് പറയുന്നത് എൻ ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ 1 മൈനസ് പി ഹോൾ റേസ് ടു എൻ എം മൈനസ് ഇത് മൊത്തം സം ചെയ്യുമ്പോൾ സമ്മേഷൻ എക്സ് ആയി വരും. എന്നിട്ട് പിന്നെ ഈ ടേമിന് നമ്മൾ എക്സ് ബാറിൻ്റെ ടേംസിൽ എഴുതാണ് ഇവിടെ ചെയ്തത്. കണ്ടോ? പിന്നെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം എന്നുള്ളത് പാരാമീറ്ററിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഫംഗ്ഷനായി കിട്ടും. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് പാരാമീറ്ററിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ബാർ എന്നുള്ളത് പിക്ക് സഫീഷ്യൻ്റ് ആണെന്ന് പറയാം. ഇതിൽ നമ്മൾ എക്സ് ബാർ ഈസ് സഫീഷ്യൻറ്റ് ഫോർ പി എന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാ ടേംസും നമ്മൾ എക്സ് ബാറിൻ്റെ ഫോമിലേക്ക് മാറ്റാണ് ചെയ്തത്. ഇനി ഇങ്ങനെ മാറ്റാതെയും നമുക്ക് സമ്മേഷൻ എക്സ് ഐൻ്റെ ടേംസിൽ സഫീഷ്യൻ്റ് ആണെന്ന് പറയാം. അതിനെ ബേസ് ചെയ്ത് ഒരു റിമാർക്ക് എഴുതാം. റിമാർക്ക് എന്താ പറയുന്നത്? ഇൻ ദ എബവ് എക്സാമ്പിൾ വി ക്യാൻ സേ ദാറ്റ് ദ ജോയിൻറ്റ് പി എം എഫ് എൽ ഓഫ് എക്സ് 1 എക്സ് 2 എക്സെട്ര എക്സ് എൻ ഓഫ് പി എക്സ് എൻ പി ഈക്വൽസ് ടു പി റേസ് ടു എക്സ് എൻ ഇൻറ്റു 1 മൈനസ് പി ഹോൾ റേസ് ടു എൻ എം മൈനസ് സമ്മേഷൻ എക്സ് ഐ into mcx1 into mcx2 into etc mcxn, which can also be written as g1 of summation xip into h of x1 x2 etc xn. എന്താ പറഞ്ഞാൽ നേരത്തെ എക്സാമ്പിൾ നമ്മൾ ചെയ്തല്ലോ, ഈ സമ്മേഷൻ എക്സ് ഐ എന്നുള്ളതിൻ്റെ എക്സ് ബാറിൻ്റെ ടേംസിലേക്കായി നമ്മൾ കൺവേർട്ട് ചെയ്ത്. അങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് സമ്മേഷൻ എക്സ് ഐൻ്റെ ടേംസിൽ തന്നെ അതിനെ വെക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സമ്മേഷൻ എക്സ് ഐൻ്റെയും പിൻ്റെയും
ടേംസിലുള്ള ഒരു ഫംഗ്ഷനും പീൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേറൊരു ഫംഗ്ഷനും ആക്കിയിട്ട് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. എല്ലിനെ എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ഈ സമ്മേഷൻ xi ഈക്വൽസ് ടു ടി എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്കായി ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, ടി എന്ന് പറയുന്നത് പിക്ക് സഫിഷ്യൻ്റ് ആണെന്ന് പറയാം. ഇതാണ് റിമാർക്ക്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം, നോക്കാം. ലെറ്റ് x1 x2 etc. xn be a random sample from normal distribution with mean mu and variance sigma square. Where sigma square is known, find a sufficient statistic for mu. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യനിൽ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? എക്സൈസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മ്യൂക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സഫീഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ ജോയിൻറ്റ് PMF അല്ലെങ്കിൽ PDF എന്താണെന്ന് എഴുതാം. അപ്പോൾ L ഈക്വൽ ടു എഫ് ഓഫ് x1 മ്യൂ ഇൻറ്റു എഫ് ഓഫ് x2 mu etc. f of xn mu. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്താ? 1/√2 pi sigma into e raised to minus 1/2 sigma square x1 minus mu whole square into etc. 1/√2 pi sigma e raised to minus 1/2 sigma square xn minus mu whole square. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ 1/√2 pi sigma എന്നുള്ളത് n ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 1/√2 pi sigma whole raised to n എന്ന് എഴുതാം. നെക്സ്റ്റ് ടേം എന്താ വരിക? e raised to 1/√2 pi sigma square x1 minus mu whole square into x2 minus mu whole square etc. xn minus mu whole square നമുക്ക് സമ്മേഷൻ i equals to 1 to n xi minus mu whole square എന്ന് എഴുതാം. നെക്സ്റ്റ് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/√2 pi sigma whole raised to n e raised to minus 1/√2 sigma square 1/2 sigma square into summation xi square minus 2 mu summation xi plus n mu square. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? ഇതിനൊക്കെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? 1/√2 pi sigma whole raised to n into e raised to minus summation xi square by 2 sigma square into e raised to minus 2 mu n x bar by 2 sigma square into മൈനസും പ്ലസ് ആവും e raised to minus n mu square by 2 sigma square. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ടേമിലും n/2 സിഗ്മ സ്ക്വയർ എന്നുള്ളത് കോമൺ ആണ്. അപ്പോൾ നമ്മൾ അതിനെ പുറത്തെടുക്കാം. അപ്പോൾ എന്താ വരിക? e raised to minus n/2 സിഗ്മ സ്ക്വയർ പുറത്തെടുത്താൽ ബാലൻസ് എന്തുണ്ടാവും? മ്യൂ സ്ക്വയർ മൈനസ് 2x bar mu into 1/√2 pi sigma whole raised to n into e raised to minus summation xi square by 2 sigma square. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതെന്ന് പറയുന്നത് എക്സ് ബാറിൻ്റെയും പാരാമീറ്ററായ മ്യൂൻ്റെയും ടേംസിനാണ്. അപ്പോൾ നമുക്ക് g of x bar mu എന്ന് എഴുതാം. ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് മ്യൂ ആണ്. അപ്പോൾ നമുക്ക് x of x1 x2 etc. x എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? By Fisher-Neyman factorization theorem, we can say that x bar is sufficient for mu. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ xi ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് മീൻ മ്യൂ വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്നുള്ളത് എഴുതി. പിന്നെ അതിനുശേഷം ജോയിൻറ്റ് PDF L എന്താണെന്ന് ഡിഫൈൻ ചെയ്ത്. L എന്താണ്? എഫ് ഓഫ് x1 mu into f of x2 mu etc. xn mu. പിന്നെ ഇതിലെ f of x1 mu എന്താണെന്നുള്ളത് എഴുതി etc. f of xn mu എന്താണെന്ന് എഴുതി. അതെന്താണ്? PDF ആണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ആണ്. അതെന്താ വരിക? 1/√2 pi sigma into e raised to minus 1/2 sigma square
x1 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. ഇത് x1ൻ്റെ പി ഡി എഫ് ആണ്. അതിന് എക്സെട്ര xnൻ്റെ പി ഡി എഫ് എഴുതി 1/√2π സിഗ്മ ഇൻറ്റു e റേസ് ടു മൈനസ് 1/2 സിഗ്മ സ്ക്വയർ xn മൈനസ് മ്യൂ സ്ക്വയർ എന്ന് എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്, ഈ 1/√2π സിഗ്മ എന്നുള്ളത് n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാദ്യം പുറത്തെടുത്ത് ഹോൾ റേസ് ടു n എഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, e റേസ് ടു മൈനസ് 1/2 സിഗ്മ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിനാക്കി. ഈ മൊത്തം ടേംസിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സമ്മേഷനാണ് വരിക. പിന്നെ നമ്മൾ ഈ ടേമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, e റേസ് ടു മൈനസ് 1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi സ്ക്വയർ മൈനസ് 2 മ്യൂ സമ്മേഷൻ xi പ്ലസ് n മ്യൂ സ്ക്വയറിന് കിട്ടി. പിന്നെ ഇതിനെ e റേസ് ടു മൈനസ് 1/2 സിഗ്മ സ്ക്വയറിനെ കൊണ്ട് ഉള്ളിലേക്ക് എടുത്തപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റി, 4 ടേമാക്കി എഴുതാൻ പറ്റി. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്തത്, ലാസ്റ്റ് 2 ടേം എന്ന് പറയുന്നതിൽ കോമൺ ആണ് n/2 സിഗ്മ സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ ആ കോമൺ ടേമായി e റേസ് ടു മൈനസ് n2 സിഗ്മ സ്ക്വയർ ഉള്ളത് നമ്മൾ പുറത്തെടുത്തു. പിന്നെ റിമൈനിങ് ആയിട്ടുള്ള ടേംസ് എന്താണെന്ന് എഴുതി, ഇൻറ്റു 1/√2π സിഗ്മ ഹോൾ റേസ് ടു n ഇൻറ്റു e റേസ് ടു മൈനസ് xi സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ നമുക്ക് 2 ടേംസായി കിട്ടി. ഫസ്റ്റ് ടേമിൽ നമുക്ക് എന്ത് പറയാം, പാരാമീറ്ററിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെയും ഫംഗ്ഷനായി ഫസ്റ്റ് ടേമിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സെക്കൻഡ് ടേമിനെ നമുക്ക് പാരാമീറ്റർ ഇല്ലാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടേമായിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ബൈ ഫാക്ടർ നെയ്മാൻ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, x ബാർ എന്ന് പറയുന്നത് മ്യൂക്ക് സഫീഷ്യൻ്റ് ആണെന്നുള്ളത് പറയാം.